പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലോകമെമ്പാടുമെന്നും ഓരോ ദിവസവും കൊച്ചുരേസ്യ സ്പിരിച്വൽ സെൻറ്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നതിലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുന്നതിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മൾ സൈക്കോളജി അഥവാ മനഃശാസ്ത്രം അല്പാൽപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കോളജിക്ക് ഒരു ആമുഖം നമ്മൾ പറഞ്ഞു, വ്യക്തിത്വം എന്താണെന്ന് പഠിച്ചു, വ്യക്തിത്വ വൈകല്യങ്ങൾ എന്താണെന്ന് പഠിച്ചു, വ്യക്തിത്വ വൈകല്യങ്ങൾ 3 ഗ്രൂപ്പിലായി 10 തരമുണ്ടെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 14ാമത്തെ ക്ലാസ്സിൽ വ്യക്തിത്വ വൈകല്യങ്ങൾക്കുള്ള പൊതുവായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് പഠിച്ചു. ഇന്ന് 15ാമത്തെ ക്ലാസ്സാണ്. പൊതുവായിട്ട് എന്തെല്ലാം നമുക്ക് സാധിക്കും ഈ വ്യക്തിത്വ വൈകല്യങ്ങളെ അതിജീവിക്കുവാനായിട്ട്. പ്രാക്ടിക്കൽ സജഷൻസ് എന്നാണ് ഞാനിതിന് കൊടുത്തേക്കുന്ന ഹെഡിങ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇനി നമുക്ക് പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് എന്ത്, ചികിത്സാരീതികളെക്കുറിച്ചല്ല കേട്ടോ, ചികിത്സാരീതികളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത് സൈക്കാട്രിസ്റ്റാണല്ലോ. നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള സജഷൻസ് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി. ഇത് മാർഷ എം ലിൻഹാൻ എന്നുള്ള അമേരിക്കക്കാരിയാണ് ഇത് കണ്ടുപിടിച്ചത്. നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക, ശാന്തമായിട്ടിരിക്കുക, അതുപോലെ നമ്മുടെ വികാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, അതിനെ അതിജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക. ബിഹേവിയറൽ എന്ന് പറയുമ്പോൾ തന്നെ പെരുമാറ്റ സംബന്ധമായിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കുക. ഇദ്ദേഹം നമ്മുടെ മാർഷ 4 തലക്കെട്ടുകളിലായിട്ടാണ് ഇതിനെ വിവരിക്കുന്നത്. ഒന്നാമതായിട്ട് മൈൻഡ്ഫുൾനെസ്. ഏറ്റവും ആദ്യത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ധ്യാന രീതിയാണിത്. നമ്മൾ ശാന്തമായിട്ടിരിക്കുന്നു, നല്ലൊരു പൊസിഷൻ, ഒന്നില്ലെങ്കിൽ കസേരമിരിക്കാം, ഇല്ലെങ്കിൽ താഴ്ത്തിരിക്കാനായിട്ട് ധ്യാന രീതിയിലിരിക്കാം. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഈ നിമിഷം ഇപ്പോൾ ഒരു പക്ഷേ ഈ നിമിഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുക വഴി നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് ഈ ശാസ്ത്രജ്ഞ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. രണ്ടാമതായിട്ട് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയും. നമ്മളുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കുക, ക്രമീകരിക്കുക എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ വികാരങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കാത്ത അവസ്ഥയായിരിക്കാം. ഈ അവസ്ഥയെ നമ്മളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയില്ലേ, അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒന്നിലും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് എഴുന്നേറ്റ് പോവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഏർപ്പെടുക. ഇങ്ങനെയാവുമ്പോൾ നമ്മുടെ ബ്രെയിനൊരു ഇലാസ്റ്റിക്കാണ്. ബ്രെയിനൊരു ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മളെന്ത് ഈ ബ്രെയിനിന് പറഞ്ഞു കൊടുക്കുന്നുവോ അതനുസരിച്ച് ഈ ബ്രെയിൻ പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹം പറയുന്നത് ബിഹേവിയറൽ എഫക്റ്റീവ്നെസ്, നമ്മുടെ പെരുമാറ്റങ്ങൾ, അതായത് നമ്മൾക്ക് നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. ബന്ധങ്ങൾ എത്രത്തോളം പോകണം, അതുമായിട്ടുള്ള മറ്റുള്ളവരായിട്ട് ബന്ധങ്ങൾ എങ്ങനെ ആക്കി തീർക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി തീർക്കുക. പൊതുവെ ഇത് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അത് നമ്മളൊന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പം മൈൻഡ്ഫുൾനെസ് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ധ്യാന രീതിയാണ്. ബ്രീത്തിങ് എക്സർസൈസ്, നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക, ഞാൻ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക.
ഇന്ന് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു മെക്കാനിസമായിട്ടാണ് അതിനെ കാണുന്നത്. ഇങ്ങനെ കാണിക്കില്ലേ, ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഇങ്ങനെ ശ്വാസം അങ്ങനെ ഹോൾഡ് ചെയ്യുക എന്ന് പറയും, എന്നിട്ട് നമ്മൾ പുറത്തേക്ക് കളയുക. അപ്പോൾ അതും ഭയങ്കര എഫക്റ്റീവാണ്. അതൊരു 3 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ജോലി സ്ഥലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പരീക്ഷ തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് എന്ന് പറയും. ഒരു 3 പ്രാവശ്യം ആദ്യം ബ്രീത്ത് ഇൻ ചെയ്യുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 2 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കളയുക. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്യുക, 2 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കഴുകുക. വീണ്ടും ബ്രീത്ത് ഇൻ ചെയ്യുക, 2 മിനിറ്റ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് പുറത്തേക്ക് കളയുക. അങ്ങനെ ബ്രീത്തിങ് എക്സർസൈസും ശക്തമായിട്ടുള്ള ഒരായുധമാണ്. നമ്മൾക്ക് അനുദിന ജീവിതത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുന്നു. എല്ലാവരും പറയുന്ന, പൊതുവേ ഒരു 90% ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. ബ്രീത്തിങ് എക്സർസൈസ് നല്ലൊരു ഉപാധിയാണ്. ബ്രീത്തിങ് എക്സർസൈസ് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷമാവസ്ഥയ്ക്ക് ഒരു പ്രസംഗം പറയാനായിട്ട് നമ്മൾ ക്ഷണിച്ചെന്ന് വെച്ചോ, നമ്മുടെ യുവാക്കൾക്കൊക്കെ ഉള്ള, നമ്മളങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഇങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത്. അപ്പം അത് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഉച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അങ്ങനെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വഴി നമുക്ക് ആ പല വിചാരങ്ങൾ, സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയില്ലേ, അതിൽ നിന്നൊക്കെ നമുക്കൊരു വിമോചനം കിട്ടും. നമ്മളത് പല പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ നമ്മൾ നമ്മിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമൊക്കെ പറയുന്ന പ്രകാരമാണ്, എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, സ്റ്റേജിൽ കയറാനായിട്ട് എനിക്ക് ഭയങ്കര ഭയമാണ്. അപ്പം ഞാൻ ചിന്തിക്കണം, മുൻപ് ഞാൻ സ്റ്റേജിൽ കയറിയപ്പോൾ എൻ്റെ പ്രകടനങ്ങളൊക്കെ എത്ര ശക്തമായിരുന്നു, എന്ത് നന്നായിട്ടാണ് ഞാൻ പ്രസംഗിച്ചത്, എന്ത് നന്നായിട്ടാണ് ഞാൻ പാട്ടുപാടിയത്, എന്ത് നന്നായിട്ടാണ് ഞാൻ ഡാൻസ് കളിച്ചത്, എന്ത് നന്നായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പോൾ എല്ലാ സാഹചര്യത്തിലും ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്, +2-നും SSLC-ക്കും 90-95% മാർക്ക് മേടിച്ച എനിക്ക് നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് എന്താണ് ഭയം? ഇതൊരു ചോദ്യമാണ്. കാരണം എനിക്ക് കഴിയും. പിന്നെ ഈ നീറ്റിൻ്റെ പരീക്ഷ വരുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു PSC ടെസ്റ്റ് വരുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകുന്നത് എന്താണ്? എൻ്റെ ശക്തി ഞാൻ പല പ്രാവശ്യം തെളിയിച്ചതല്ലേ. 1 മുതൽ 10 വരെയുള്ള പഠിച്ച കാലഘട്ടങ്ങളിൽ ഞാൻ എന്നും ക്ലാസ്സിൽ സെക്കൻഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിരുന്നു. +2-ന് SSLC-ക്കും എനിക്ക് ഫുൾ A+ ആയിരുന്നു. ഇതുപോലുള്ളൊരു ഞാൻ ഒരു PSC ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു നീറ്റിൻ്റെ പരീക്ഷ വരുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകുന്നത് എന്തിനാണ്? അപ്പം നമ്മളിലുള്ള എനർജിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് വരും? നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും. നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് സാഹചര്യങ്ങളിൽ എളുപ്പത്തിൽ നേരിടാനായിട്ട് ഞാൻ എന്തിനാണ് ഭയപ്പെടണേ? എല്ലാ പ്രാവശ്യം എനിക്ക് ഉയർന്ന മാർക്ക് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നോക്കിയേ, ഇത്രയും ഉയർന്ന മാർക്ക് കിട്ടി എനിക്ക്. ഈ നീറ്റിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ ഈ PSC ടെസ്റ്റ് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ സർട്ടിഫിക്കറ്റിനൊക്കെ പാട്ടിന്, ഡാൻസിന്, അഭിനയത്തിന്, എല്ലാത്തിനും എനിക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് എന്തിനാണ്? അപ്പോൾ അത് നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് നൽകും. ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ബ്രീത്തിങ് എക്സർസൈസ് നമ്മൾക്ക് ലഭിച്ച എല്ലാ നേട്ടങ്ങളെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കുന്നത്, അതുപോലെ നമ്മളെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമ്മൾ നേടിയ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ബോധ്യങ്ങൾ വരുമ്പോൾ നമുക്കതൊരു പോസിറ്റീവ് എനർജി തരികയും നെഗറ്റീവ് എനർജിനെ അത് താഴേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ വേറൊരു ടെക്നിക്കാണ് CBT. നമ്മുടെ ആരൺ ബെക്കിൻ്റെയാണ്. 1960-65 കാലഘട്ടങ്ങളിൽ അദ്ദേഹം പറയുന്നത് പ്രകാരമാണ്, നമ്മളുടെ ചിന്തകൾ, ഇത് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ബുദ്ധിപരമായിട്ടാണ് അദ്ദേഹം പറയണത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും പെരുമാറ്റങ്ങളും ഇതെങ്ങനെ പോകുന്നു എന്നാണ് CBTയിൽ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇത് നമ്മൾ എങ്ങനെ ഞാൻ ചിന്തിക്കുന്നു, എങ്ങനെ ഞാൻ പെരുമാറുന്നു, എങ്ങനെ ഞാൻ എൻ്റെ വികാരങ്ങൾ കടന്നു പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുക വഴി എനിക്ക് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ആധുനിക കാലത്ത് ഒരുപാട് പുരോഗതികൾ ഉണ്ടാക്കിയ ഒരു ശാസ്ത്രജ്ഞനാണ് ആരൺ ബെക്ക്. അദ്ദേഹത്തിൻ്റെ തിയറിയും എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ചിന്തകൾ, ഞാനിപ്പോൾ ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് എവിടെ നിന്നാണ് ഈ ദേഷ്യം വരുന്നത്, ഈ ദേഷ്യത്തിന് കാരണം എന്താണ്, ഈ ദേഷ്യം വന്നപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് പെരുമാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്, മറ്റുള്ളവരോടുള്ള എൻ്റെ ആഭിമുഖ്യങ്ങൾ എങ്ങനെയാണ്, മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ എൻ്റെ വികാരപ്രകടനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത് ഓവറാണോ അതോ കൺട്രോൾഡ് ആണോ,
അതെപ്പോഴും സന്തുലിതമാണോ? ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് ഓരോ മേഖലകളിലും എന്തെല്ലാം വ്യതിയാനങ്ങൾ വരുത്തണമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചൊരു വ്യത്യാസം എനിക്ക് കൊണ്ടുവരാനായിട്ടാണ് ആരൻബെക്ക് പറയുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും തിയറി ഭയങ്കര ശക്തമാണ്. രണ്ട് തിയറികളിലും പറയുന്ന ഒരു കാര്യമുണ്ട്, മൈൻഡ്ഫുൾനെസ്സാണ്. നമ്മൾ ശാന്തമായിട്ട് ഓരോരുത്തർ ഇരിക്കുക, ശാന്തമായിട്ട് ഓരോരുത്തർ ഇരുന്നിട്ട് നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിത പ്രശ്നങ്ങളെയൊക്കെ നേരിടാനായിട്ട് പോവുകയാണ്. ഈ ജീവിത പ്രശ്നങ്ങൾ നമ്മൾക്ക് എങ്ങനെ അതിജീവിക്കാനായിട്ട് സാധിക്കും? മാർഷ പറയുന്നത് അതന്നെ, നമ്മളുടെ സ്ട്രെസ്സ് ബാലൻസ് ചെയ്യുക. സ്ട്രെസ്സ് ബാലൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ, സ്ട്രെസ് ടോളറൻസ് എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. സ്ട്രെസ് ടോളറൻസ്, അതായത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ അതിജീവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ശ്വാസങ്ങളല്ലേ. അപ്പോൾ ദൈവം ആ ശ്വാസം നമ്മൾ നിക്ഷേപിച്ചതുകൊണ്ട് നമുക്ക് ആ വലിയൊരു ശക്തിയുണ്ട്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്, കാര്യങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കാനൊക്കെ നമുക്ക് സാധിക്കും. നമുക്ക് കുറച്ച് ബോധപൂർവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇവർ രണ്ടുപേരും പറയുന്നൊരു കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മൈൻഡ്ഫുൾനെസ്. പിന്നെ ഡിസ്ട്രസ് ടോളറൻസ്, അതായത് സാഹചര്യങ്ങൾ, ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യങ്ങളെ എങ്ങനെ അതിജീവിക്കാമെന്ന് പഠിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് നമ്മളുടെ എമോഷൻസ്, വികാരങ്ങളൊന്ന് റെഗുലേറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളൊന്ന് ശാന്തമായിട്ട് പെരുമാറാനായിട്ടൊക്കെ നമുക്ക് തുടങ്ങുക. അതുപോലെ നമ്മുടെ പെരുമാറ്റങ്ങളൊന്ന് എഫക്റ്റീവായിട്ട് തീർക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരായിട്ട് ബന്ധങ്ങളൊന്ന് മെച്ചപ്പെടുത്തുക. അതുപോലെ നമ്മൾക്ക് ഒരു ബന്ധത്തിനൊക്കെ ഒരു അതിര് നിശ്ചയിക്കുക. നമ്മൾ ഓവറായിട്ടും പോകണ്ട, അല്ലെങ്കിൽ ഒട്ടും പിറകോട്ടും പോകണ്ട. പിന്നെ എല്ലാവരുമായിട്ടൊന്ന് സഹകരിക്കുന്ന, അതായത് സാമൂഹിക ബന്ധം വളരെ ഇമ്പോർട്ടൻ്റാണ്. സമൂഹവുമായിട്ടുള്ള ബന്ധം ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഉൾവലിയുന്നവരാകാതിരിക്കുക, എന്നാലും ഓവറായിട്ട് പോകാതിരിക്കുക. ഒരു മിഡിൽ, നമുക്കൊരു സന്തുലിതാവസ്ഥ, എല്ലാത്തിനും ഒരു ഈക്വിലിബ്രിയം എന്നറിയില്ലേ, അതെല്ലാവർക്കും എല്ലാ അവസ്ഥയിലും നമുക്കുണ്ടാകുന്ന ഒരുപാട് നമ്മളെ സഹായിക്കും. പിന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾക്ക് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് ധ്യാനനിരതനായിട്ട് കണ്ണുകളൊക്കെ അടച്ചിരുന്നിട്ട് എൻ്റെ ചിന്തകളൊക്കെ എങ്ങനെയാണ് പോകുന്നത്, എൻ്റെ വികാരങ്ങളുടെ പ്രകടനങ്ങളൊക്കെ എങ്ങനെയാണ്, എൻ്റെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ എനിക്കൊന്ന് മാറ്റണ്ടേ. നമുക്ക് സാധിക്കും എന്നുള്ളത്. ഐക്യാൻ എന്നുള്ള ഒരു പ്രയോഗം നമ്മളെപ്പോഴും ഉപയോഗിക്കണം. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കത് സാധിക്കും. ഇവിടെയാണ് പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നത്. നമ്മുടെ ആവിലായിലെ ത്രേസ്യ വലിയൊരു പണ്ഡിതയാണ്, തിരുസഭ പണ്ഡിത. അദ്ദേഹം പറയുന്ന പ്രകാരമാണ്, സ്പെയിൻകാരിയാണ്. 5 യൂറോ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, മറിച്ച് 5 യൂറോയും ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഇത് നല്ലൊരു ചിന്തയാണ്. എനിക്ക് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സഹായം എപ്പോഴും ആവശ്യമാണ്. സർവേശ്വരൻ്റെ സഹായം, ഒപ്പം എൻ്റെ പ്രയത്നവും വേണം. ബൈബിളിൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ അദ്ദേഹം അങ്ങനെ പറയുന്നത്, നമുക്ക് വിശ്വാസം മാത്രം പോരാ, പ്രവർത്തനവും വേണം. അപ്പം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. എൻ്റെ ചിന്തകൾ, എൻ്റെ പെരുമാറ്റങ്ങൾ, എൻ്റെ വികാരങ്ങൾ, അത് എനിക്ക് സന്തുലിതമായിട്ട് കൊണ്ടുപോകണം. ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ വ്യക്തിത്വ വൈകല്യം എന്ന ഗണത്തിൽ ഞാൻ പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് സന്തുലിതമാക്കണം. അതിന് എൻ്റെ ചിന്തകൾ, എൻ്റെ വികാരങ്ങൾ, എൻ്റെ പെരുമാറ്റങ്ങളെ എനിക്കൊന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകണം. അതിനെനിക്ക് എന്ത് വേണം? എനിക്കൊന്ന് എന്നെ തന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് ഞാൻ മനസ്സിലാക്കണം? ഞാൻ എവിടെയെങ്കിലും ശാന്തമായിട്ടൊന്ന് ഇരിക്കണം. പിന്നെ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും ഇടയ്ക്ക് ഒന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ഈ പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കും. എനിക്കും മറ്റുള്ളവരെ പോലെ എല്ലാവരുമായിട്ട് ഇടപെട്ട് സന്തോഷത്തോടെ, ശാന്തനായിട്ട്, സ്വസ്ഥതയോടെ ജീവിക്കണം. അതിനുള്ള എല്ലാ മാർഗങ്ങളും എനിക്കുണ്ട്. നമുക്ക് ആ വിൽ പവർ നമുക്കുണ്ട്, ശക്തിയുണ്ട്, നമുക്ക് കഴിവുണ്ട്. അതിന് നമുക്ക് ഓരോ മേഖലകളെയും, മറ്റുള്ളവരായിട്ട് ബന്ധം, കുടുംബവുമായിട്ടുള്ള ബന്ധം, ഭർത്താവായിട്ട്, ഭാര്യയായിട്ട്, മക്കളായിട്ട്, സുഹൃത്തുക്കളായിട്ട്, ജോലി മേഖലകളായിട്ട്, എൻ്റെ പ്രൊഫഷനായിട്ടുള്ള ബന്ധം, എവിടെയെല്ലാമാണ് പോരായ്മകളുള്ളതെന്ന് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഓരോന്നിനെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് പതിയെ ശ്രമിക്കാം. ശ്രമം മാത്രം മതി. അതിനുള്ള ശ്രമം വേണം, പിന്നെന്ത് വേണം? ആഗ്രഹം വേണം. പിന്നെ നമ്മളെല്ലാവരും വിശ്വാസികളല്ലേ, പ്രാർത്ഥനയും വേണം. അപ്പോൾ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ,
ആഗ്രഹത്തോടെ പരിശ്രമത്തോടെ നമ്മളുടെ കൊച്ചു കൊച്ചു വൈകല്യങ്ങളെ, കുറവുകളെ, പോരായ്മകളെ മനസ്സിലാക്കി അതിനെ അതിജീവിക്കുവാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ ഇന്ന് ശാസ്ത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി എന്നുള്ള ഈ മാർഷ ലിൻഹാൻ്റെ ആ മെത്തേഡും ആ ടെക്നിക്കും, അതുപോലെ CBT കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ CBT ആരൻബെക്കിൻ്റെ 2 തിയറിയെ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഈ 2 തിയറിയിലും അടങ്ങി നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പെരുമാറ്റങ്ങൾ, നമ്മുടെ വികാരങ്ങൾ. ഇതൊന്നും മനസ്സിലാക്കിയിട്ട് അതിനൊന്ന് സന്തുലിതമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുക. മറ്റുള്ളവരായിട്ടുള്ള ബന്ധം, നമുക്ക് നമ്മോടുള്ള ബന്ധം, അങ്ങനെ ഒന്ന് മനസ്സിലാക്കി ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള ബോധ്യത്തോടെ നമുക്കുള്ള ആ വലിയ പരിശ്രമം ഇന്ന് തുടങ്ങാം. അതിനുള്ള ആഗ്രഹവും പ്രാർത്ഥനയോടെ സർവ്വശക്തൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള ഉറപ്പായിട്ടുള്ള വിശ്വാസത്തോടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.